അപ്പോൾ ജയപരാജയങ്ങൾക്കപ്പുറം ഈ സിനിമ മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഈ സാധനം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പായിരുന്നു. അത് ആ ഉറപ്പിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ വലിപ്പം കൊള്ളൂല എന്ന് പറയുന്ന ആൾക്കാരും അതിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നിന്നാണ് കണ്ടത് സിനിമ. 1256 സീറ്റ് മറ്റാണല്ലോ തിയേറ്ററിലുള്ളത്, ഫുള്ളായിരുന്നു. ഞാൻ നിൽക്കായിരുന്നു ഇത്. ഇപ്പൊ ലിജോ വരെ നിന്നിട്ടുണ്ട് കുറെ നേരം. പിന്നെ ഒരു സീറ്റ് ആരോ എഴുന്നേറ്റ് കൊടുത്താണെന്ന് തോന്നുന്നു. നമ്മുടെ വാലിബൻ മാസം തന്നെയാണ്, വേറൊരു തരത്തിലുള്ള മാസം അതിനകത്തുണ്ട്. പല്ലിശ്ശേരി അല്ല, വെല്ലിയാശ്ശേരിയാണ്. വാലിബന്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിച്ചല്ലോ, അത് തുടരും, അതിന്റെ തുടർച്ചകൾ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് എഴുതുന്നത് എന്താ, കഥയാണോ പാട്ടാണോ? പ്രേമലേഖനം. പല ആളുകൾക്കും വേണ്ടി പ്രേമലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വൻ ഹിറ്റുകളാണ്. കാരണം ഇവരൊക്കെ പിന്നീട് കല്യാണം കഴിച്ചിട്ട് ഞാനാണ് ഇത് എഴുതി തന്നെന്ന് ഈ സ്ത്രീകൾ അറിയുമ്പോൾ ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ദ ക്യൂ ഷോ ടൈമിൽ PS റഫീഖ്, സ്വാഗതം. നമസ്കാരം. ഈ സിനിമയുടെ ടൈറ്റിലിൽ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു വലിപ്പമുണ്ട്. ഈ വലുപ്പം ഒബ്വിയസ്ലി ഇതൊരു അമർ ചിത്രകഥയാണ്, മുത്തശ്ശി കഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രിമിസസിൻ്റെ വലുപ്പം, മോഹൻലാലിൻ്റെ വലുപ്പം, ഈ വാലിബൻ്റെ വലുപ്പം ഉറപ്പായിട്ടും ഈ ഓഡിയൻസ് ആദ്യമേ ഉള്ളിലോട്ട് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു പവർ ഹൗസ് മോഹൻലാൽ, ഇയാളൊരു മല്ലനാണ്, ഇയാളൊരു സൂപ്പർ ഹ്യൂമൻ ആണോ, ഭയങ്കരമായ ചർച്ചകൾ, പ്രീ റിലീസിൽ തിയറികളോട് തിയറികൾ, ഇതിലെല്ലാം ഈ പവർ ഹൗസ് മോഹൻലാലാണ് എല്ലാവരും ഉള്ളിൽ നിൽക്കുന്നത്. സിനിമയിൽ വരുമ്പോൾ ബ്ലെൻഡ് ഉണ്ടല്ലോ, മോഹൻലാൽ പലയിടത്തും സെറ്റിൽ ആവുന്നുണ്ട്, ചിലയിടങ്ങളിൽ പവർ ഹൗസ് ആവുന്നുണ്ട്. ഈ ഒരു തീരുമാനം, ഇത് വേണമെങ്കിൽ വളരെ ഈസി ആയിട്ട് പവർ ഹൗസ് മോഹൻലാലിനെ പിടിച്ച് ഈ അടിപിടി കമേഴ്ഷ്യൽ സിനിമയായിട്ട് എടുക്കായിരുന്നു. ആ രീതിയിൽ വേണമെങ്കിൽ ഒരാൾക്ക് ചിന്തിക്കാം, വളരെ വേഗമായിട്ട് അങ്ങനെ ഒരു സിനിമയായിട്ട് ഇതിനെ മാറ്റാം. പക്ഷെ ഇതിൽ ഈ പറഞ്ഞ വിഷ്വൽ, ഓഡിയോ, പെർഫോമൻസ്, ഇതിലെല്ലാത്തിനും ബ്ലെൻഡിൽ സെറ്റിലായ മോഹൻലാൽ, അല്ലാത്ത ആക്ടേഴ്സ്, ക്യാരക്ടേഴ്സ്, റീഡിങ്സ് ഒക്കെ വരുന്നു. ഈ മോഹൻലാലിനെ പ്ലേസ് ചെയ്യുന്നതിൽ ഇയാൾക്ക് ഇയാളുടെ പെർഫോമൻസിന് സാധ്യതകൾ കൊടുക്കണം, ഈ പറഞ്ഞ ഒരു കമേഴ്ഷ്യൽ അപ്പീലിന് അപ്പുറത്തേക്കുള്ള സാധ്യതകൾ തുറന്നു കൊടുക്കണം. ഈ ഒരു തീരുമാനം എപ്പോഴും എടുക്കുന്നത്? നമ്മൾ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ആളെ സങ്കല്പിക്കുമ്പോൾ തന്നെയാണ് ആ തീരുമാനം എടുക്കണം. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള യോദ്ധാക്കൾക്ക്, എല്ലാ യോദ്ധാക്കൾക്കും അവരുടെ ഒരു വിജയത്തിനും പരാജയത്തിനൊക്കെ അപ്പുറം ഒരു നിസ്സഹായതയുണ്ട്. ലോകത്തെല്ലാ പോരാളികൾക്കും അതുണ്ടല്ലോ. നമ്മുടെ ക്ലാസിക്കുകളിലുള്ള പോരാളികൾക്ക് ഭീമൻ, അർജുനൻ ഇല്ലേ, അക്കിലസ് എന്ന് പറയുന്ന ഉണ്ടല്ലോ. അപ്പം അവരുടെ ബാധ്യതയാണ് വിജയിക്കുക എന്നുള്ള സാധനം. ജയത്തിന് അപ്പം ഈ ജയപരാജയങ്ങൾക്കിടയിലുള്ളൊരു മനുഷ്യനുണ്ട്, ഞെരുങ്ങുന്നൊരു മനുഷ്യൻ. അത് ഈ വിക്ടറിയുടെ ഒരു പ്രശ്നം അതാണ്. വിജയിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അയാൾക്ക് വിജയിച്ചേ പറ്റും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ അത്തരം ഒരാളെ സങ്കല്പിക്കുമ്പോൾ ഈ വേൾഡ് ക്ലാസിക്കുകളിലെ ഈ നായകന്മാരെയൊക്കെ നമ്മൾ ഓർക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഈ വാലിബനാണെങ്കിലും ഇപ്പോൾ ഭീമനൊക്കെ ആണെങ്കിലും ഇവരൊപ്പം തന്നെ വലുപ്പമുള്ള പെയിനും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരാണ്. ഭീമനുള്ള പെയിന് അറിയാലോ. അതെ അതെ. ഇപ്പോൾ ഇതിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലീഡ് ക്യാരക്ടർ ഫാൻറ്റസിയാണ്, അല്ലെങ്കിൽ ഇതൊരു തരത്തിൽ അമർ ചിത്രകഥ എന്നൊക്കെ പറയുമ്പോഴും ഇയാൾ കൊണ്ടുപോകുന്ന ഒരു അനാഥത്വമുണ്ട്. ഇയാളുടെ ഉള്ളിലെ കയറ്റങ്ങൾ, ഇറക്കങ്ങൾ, ഇമോഷണൽ സങ്കീർണതകൾ, ഇതെല്ലാം ഇയാളുടെ കൂടെ തന്നെയുണ്ട്. ഈ പറഞ്ഞ ഇവരെ കൂടെ നിൽക്കുന്നവർ ചതിക്കുന്നു. ഈ ഒരു ക്ലാസിക് ടെയിലിൻ്റെ ഒരു പോർഷനാണല്ലോ, കൂടെ നിൽക്കുന്നവർ ഒറ്റുന്നത്, ചതിക്കുന്നത്, അതിൻ്റെ പെയിൻ എക്സ്ട്രാ ഇയാൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം ഈ സോളമനാണെങ്കിലും ഈ പറഞ്ഞ വാലിബനാണെങ്കിലും ഇവർ ഉള്ളിൽ എത്ര വലിയ കരുത്തന്മാരാണെങ്കിലും ഉള്ളിൽ വളരെ സാധുക്കളാണ്, പാവങ്ങളാണ് അവർ. ഈ വാലിബൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? വാലിബൻ തീർത്തും ലിജോയുടെ ഒരു കോൺസെപ്റ്റാണ്. ലിജോയുടെ മനസ്സിൽ വളരെ മുമ്പേ ഉണ്ടായിരുന്ന ഒരു നാടോടി സംഘവും ദേശകാലങ്ങൾ കടന്ന് പോയി ഇങ്ങനെ ആളുകളെ ജയിക്കുന്ന ഒരു നാടോടി മല്ലൻ. നാടോടി മല്ലൻ എന്ന് പറയാം. നാടോടി മല്ലൻ ലിജോയുടെ മനസ്സിൽ നേരത്തെ ഉള്ളതാണ്. അതിങ്ങനെ പല സമയത്തും അത് പല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവസാനം അത് ഇങ്ങനെ മലൈക്കോട്ടെ വാലിബനായി പരിണമിച്ചു എന്നുള്ളതാണ്. ഇതിൽ തായും തന്തയില്ലാതെ ഒരു കൊണ്ടവൻ, സൂര്യരെ പോലെ കാതിൽ കുണ്ടലമുള്ളവൻ എന്ന് പറയുന്നുണ്ടല്ലോ. കർണൻ ശരിക്കൊരു റെഫറൻസ് ആയിരുന്നു. റെഫറൻസ് ആണ്. കർണനല്ല, പക്ഷേ അയാളുടെ കർണൻ്റെ, അതാണ് ഞാൻ പറഞ്ഞത്, ക്ലാസിക്കുകളിലേക്ക് വലിയ കഥാപാത്രങ്ങളുടെ റെഫറൻസൊക്കെ
അവരെ നമ്മൾ ഓർക്കും. അതുകൊണ്ട് ഈ പാട്ട് എഴുതുമ്പോൾ ഈ തായും തന്തയും എന്നുള്ള പാട്ട്, അതായത് ലിജോ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് ഈ പാണൻ പാടുന്നൊരു സാധനം തന്നെയാണത്. പാണന്മാരുടെ പാട്ടാണ്. പക്ഷെ അന്നത്തെ ഒരു സ്റ്റൈലിൽ പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം എന്ന് പറയുന്നൊരു സ്റ്റൈല് അല്ലാതെ വേറെ എങ്ങനെ അത് പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അത് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആ പാട്ട്. അത് ഒരു ദിവസം ഇങ്ങനെ പെട്ടപ്പേന്ന് ഇങ്ങനെ വരികയാണ് സാധനം. ഒരു വരി വന്നു, അടുത്തത് നമ്മൾ ഈ ഇടത്തോടു കൂടിയാണ് അത് വരിക. തായും തന്തയില്ലാതെ ഉയിര് കൊണ്ടവൻ, അടുത്തത് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും. സൂര്യരെ പോലെ കാതിൽ കുണ്ടലമുള്ളവൻ, പൊന്നുടുമ്പിൻ തോല് ചുറ്റിയ തമ്പേറിൻ താളം കൊണ്ട് അയ്യനാമേനവൻ്റെ വീരം കൊട്ടിപ്പാടുന്നു. വേറൊരു സ്റ്റൈലിൽ അത് ഭയങ്കര ഫ്ലോയിൽ വന്നൊരു പരിപാടിയാണ്. ഒട്ടും പ്രയാസമില്ലാതെ ഒറ്റ ഇരിപ്പിന് വന്ന സാധനം. ഇപ്പോൾ വടക്കം പാട്ടിനാണ് കുറച്ചൊരു നേറ്റിവിറ്റി ഉണ്ട്, പക്ഷെ ഇതിൽ വരുമ്പോൾ അതില്ല. യൂണിവേഴ്സിൽ ഇത് കണക്ട് ചെയ്യാന്നുള്ള സാധനമുണ്ടല്ലോ. ഈ സിനിമയിൽ ഏറ്റവും ഇംപ്രസീവായി തോന്നി 2 സീക്വൻസ് എന്ന് പറയുന്നത്, അതായത് വിഷ്വൽ സീക്വൻസ് ആണ് പറയുന്നത്. ഒന്ന് ഈ മലൈക്കോട്ടയിലെ അവിടെ നിന്നുള്ളൊരു അവരുടെ എസ്കേപ്പ് സിനാരിയോ, പിന്നെ ഈ ലാസ്റ്റ് ആക്ടിലെ ഈ പറഞ്ഞ കളേഴ്സ്, നമ്മുടെ കുതിരമുത്തപ്പൻ്റെ വേല, ഈ 2 പോർഷനാണ്. ഇതിൻ്റെ എഴുത്തില് ഈ സിനിമ എൻറ്റയർലി വിഷ്വലാണല്ലോ ഔട്ട് വരുന്ന സമയത്ത്, ഈ സ്ക്രിപ്റ്റിങ്ങിൽ വിഷ്വൽസ് കൃത്യമായിട്ട് അല്ലെങ്കിൽ വിഷ്വലിനോട് സാധ്യതകൾ കൊടുത്ത് അങ്ങനത്തെ ഒരു എഴുത്ത് തന്നെയായിരുന്നു ഈ പറഞ്ഞ കളേഴ്സ് കാര്യങ്ങളൊക്കെ? അതെ, അങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൽ വാശി പിടിക്കുന്ന ആളാണ് ലിജോ. അതിന് കൃത്യത വരണം. ഇപ്പൊ കാളവണ്ടി ഒരു കല്ലിൽ കയറുന്നു എന്ന് ഞാൻ എവിടെയോ എഴുതി വെച്ചത് അതേപോലെ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സീക്വൻസിൽ വണ്ടിച്ചക്രം ഒരു കല്ലിൽ കയറുന്നു എന്ന് ഞാൻ എഴുതിയത്. ആ ഷോട്ട് എടുത്തിട്ടുണ്ട് പുള്ളി, അത് കഷ്ടപ്പെട്ടെടുത്തിട്ടുണ്ട്. ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ അതേപോലെ എഴുതണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മളോട് പറയുക അത് എല്ലാ ക്ലിയർ ആയിട്ട് ആ കാഴ്ച ഉണ്ടാവണം എന്ന് പറയും. പിന്നെ അല്ലാതെ നമ്മൾ നാച്ചുറലായിട്ട് വരും എഴുതുമ്പോൾ, നമ്മളും കൂടി അത് കാണുകയല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ഡിസ്ക്രിപ്ഷൻ വരും അതിന്. ഈ പാട്ടുകൾ കൂടെ ഭയങ്കര പ്രധാനപ്പെട്ടതാണല്ലോ സിനിമയിൽ. ഇതിനൊരു എന്താ പറയുക, ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ കാണുമ്പോൾ അതിൽ വിഷ്വലിനൊപ്പം തന്നെ മ്യൂസിക്കലി സിനിമ പല സ്ഥലങ്ങളിൽ ഇതിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ബാലൻസ് ചെയ്യുന്നത് ചോദിക്കുന്നത് ഇപ്പോൾ സ്ക്രിപ്റ്റ് മേക്കിങ്ങിൻ്റെ കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. എഴുത്തിലെ നമ്മൾ സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ മ്യൂസിക്കിൻ്റെ ബ്ലെൻഡ് വരണം, ഇന്ന പാട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു സിനിമയിലോട്ട് പാട്ടിനെ ബ്ലെൻഡ് ചെയ്യുന്നത്? ഭയങ്കര സ്വാഭാവികമാണ്. അപ്പം നമ്മൾ ലിജോയും ഞാനും കൂടി സ്ക്രിപ്റ്റ് എഴുതാനിരിക്കുമ്പോൾ ഇവിടെ സോങ് വേണമെന്ന് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. ആ ചിന്തയിലേക്ക് നമ്മൾ അവിടെ എത്തും. വളരെ സ്വാഭാവികമായിട്ടാണ് പാട്ടുകൾ ഉണ്ടാവുന്നത്. അത് അദ്ദേഹം പറയും, നമുക്ക് ഇങ്ങനെ ഒരു പാട്ടാണ് വേണ്ടതെന്ന് എല്ലാ ഡയറക്ടേഴ്സും പറയുമല്ലോ. അദ്ദേഹം പറയും. അപ്പം നമ്മൾ എഴുതുമ്പോൾ ആൾക്ക് ആദ്യത്തെ വരി തന്നെ ആൾ ഓക്കെ ആണെങ്കിൽ നമുക്കറിയാം, പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. മ്യൂസിക് വളരെ സ്വാഭാവികമായിട്ട് ഒന്നാണ്. എല്ലാ പാട്ടും അങ്ങനെയാണ്, ഹിന്ദി ഒഴികെ മലയാളത്തിലുള്ള എല്ലാ സോങ്സും. പ്രശാന്ത് നേരത്തെ പറഞ്ഞിരുന്നു മ്യൂസിക് ചെയ്തതിന് ശേഷം ലിറിക്സ് എഴുതല്ല, റഫീഖ് ഒരു താളത്തിലാണ് തരുന്നത്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പ്രശാന്തിൻ്റെ ഒരു സത്യത്തിൽ പ്രശാന്തിൻ്റെ ഒരു നല്ല മനസ്സും കൂടിയാണത്. ആ ട്യൂൺസ് ഒന്നും പ്രശാന്ത് മാറ്റിയില്ല, എല്ലാം അങ്ങനെ തന്നെ വെച്ചു. അതിനെ ഇംപ്രൊവൈസ് ചെയ്യാണ് ചെയ്തത്. നല്ല രസമായിട്ട് ഇംപ്രൊവൈസ് ചെയ്തു. അങ്ങനെയാണ് പാട്ടുണ്ടായത്. ഈ സിനിമ റിലീസിന് മുന്നേ നമ്മുടെ തന്നെ ടെക്സ്റ്റ് ഇൻ്റർവ്യൂവിൽ റഫീഖേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിനിമ ആരാധകരെ മാത്രമല്ല ഏതൊരു മലയാളി പ്രേക്ഷകനെയും വളരെ വലിയ രീതിയിൽ തന്നെ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിരിക്കും, സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പോസ്റ്റ് റിലീസിൽ ഈ ആരാധകരുടെ സൈഡിൽ നിന്ന് വരുന്ന കമന്റ്സിൽ ഭയങ്കരമായ വേരിയേഷൻ ഉണ്ട്. ഇവര് ആഗ്രഹിച്ച വാലിബനാണോ, അല്ലെങ്കിൽ ഇവർ ആഗ്രഹിച്ച കഥാപരിസരമാണോ, അത്തരം തോട്ട്സ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് എഴുതി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രീ റിലീസിൽ ഇതിൻ്റെ പോസ്റ്റ് റിലീസ് റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഒരു ധാരണകൾ ഉണ്ടായിരുന്നത്? ഞാൻ പിന്നെ നമ്മൾ പ്രസ് മീറ്റ് നടത്തുമ്പോഴും പലരും ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം വെച്ചാൽ, ജയപരാജയങ്ങൾക്കപ്പുറം ഒരു സിനിമയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് 100 ദിവസം ഓടുന്നു ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. സിനിമ അങ്ങനെയാണ്, മാർക്കറ്റ് അങ്ങനെയാണ്. അപ്പോൾ ജയപരാജയങ്ങൾക്കപ്പുറം ഈ സിനിമ മലയാളത്തിൻ്റെ സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഈ സാധനം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പായിരുന്നു. അത് ആ ഉറപ്പിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ വലിപ്പം കൊള്ളൂല എന്ന് പറയുന്ന ആൾക്കാരും അതിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നു. ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണല്ലോ, നമ്മുടെ എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
ഇപ്പം നിങ്ങൾ കഴിക്കുന്ന സാധനം എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. അതെ, ഈ സെൻസിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾക്കൊരാളെ ഇപ്പോൾ സിനിമ, ഇപ്പോൾ നമ്മുടെ സിനിമ വരും അഭിമുഖീകരിക്കുന്നത് വേൾഡ് മാർക്കറ്റിനെയാണ് അല്ലേ? അതെ, ആർക്കും നമ്മുടെ സിനിമ പുറത്തിരുന്ന് കാണാമല്ലോ. ഇപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് സിനിമ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഒരു കറവക്കാരനും ഒരു പശുവും ഒരു കുടുംബവും അങ്ങനെയൊക്കെ അത് വിട്ടിട്ട് വേറൊരു ചിന്ത ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സിനിമ പഠിപ്പിക്കുകയെന്ന് ഇവർ പറഞ്ഞേക്കാം നമ്മളിങ്ങനെ പറയുമ്പോഴേ. അതെ, സിനിമ എടുത്തിട്ട് ഇവർ വന്ന് സിനിമയെ പറ്റി അങ്ങനെയല്ല. പിന്നെ കുട്ടികൾക്ക് അത് ഇഷ്ടമുണ്ടെന്ന്, എല്ലാ കുട്ടികൾക്കും അത് സിനിമ കണ്ട മാതാപിതാക്കൾ പലരും, നമ്മുടെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞൊരു കാര്യം, എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ പടം. എല്ലാ കുട്ടികൾക്കും ആ പടം ഇഷ്ടമാവുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും? കുട്ടികളിപ്പോൾ മലയാള സിനിമ അല്ലാതെ പുറത്തെ സിനിമകൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. കുട്ടികൾ കാണുന്നുണ്ട്, കൊറിയൻ സിനിമകൾ കാണുന്നുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ കൊറിയൻ സിനിമ കാണുന്ന കുട്ടികളാണ്. എൻ്റെ മാത്രമല്ല പല കുട്ടികളും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അവർക്കറിയാം, അവര് കുറച്ചുകൂടി യൂണിവേഴ്സലി സിനിമകളെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു തീം നമ്മുടെ ഈ സിനിമാ കൊട്ടക സങ്കല്പമില്ലേ, കേരളത്തിൽ പൊതുവെ ഉള്ള സിനിമാ കൊട്ടക സങ്കല്പം, ആ സാധനം പോയിട്ടില്ല, മുഴുവനായിട്ട് പോയിട്ടില്ല. പോവായിരിക്കും, കൊട്ടകകളില്ലാത്തൊരു കാലം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോഴുള്ള ഏറ്റവും വലിയ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക, വലിയൊരു ഹോളില് അടച്ചിട്ട മുറിയിൽ ഇത്ര ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുന്നിടത്താണല്ലോ. അപ്പൊ അത്തരത്തിൽ ഈ പറഞ്ഞ കാലത്ത് 6:30 ഷോ വരുന്നു, ആളുകൾ മൊത്തം വരുന്നു. ആ സമയത്ത് റഫീഖാണ് തിയേറ്ററിലുണ്ട്. ഇതിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയാ ആ സമയത്ത്? ഈ ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട്, റഫീഖാന്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ സൂചി കുത്താൻ ഇടവില്ല, നമ്മൾ ബാക്കിൽ നിൽക്കണം. ഞാൻ നിന്നാണ് കണ്ടത് സിനിമ. 1156 സീറ്റ് പറ്റുവാണല്ലോ തിയേറ്ററിലുള്ളത്, ഫുള്ളായിരുന്നു. ഞാൻ നിൽക്കായിരുന്നു. ഇപ്പൊ ലിജോ വരെ നിന്നിട്ടുണ്ട് കുറെ നേരം. പിന്നെ ഒരു സീറ്റ് ആരോ എഴുന്നേറ്റ് കൊടുത്താണെന്ന് തോന്നുന്നു. അപ്പൊ ആ എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് ഇവർക്ക് വേണ്ട ഒരു സാധനം അല്ലെങ്കിൽ അവർ വേറെ ഒരു നെഗറ്റീവ് എക്സ്പ്രഷൻ ഇടും. അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നെ ആ ഷോ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഒറിജിനലായിട്ടുള്ള ശരിക്കും സിനിമ കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരും കയറി. ഈ സിനിമയുടെ പോസ്റ്റ് റിലീസിൽ ഇപ്പോൾ വരുന്ന ഈ റിവ്യൂസ് വരുന്നു. അപ്പം അതിൽ കുറേ പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. അത്ര സന്ദർഭങ്ങളിൽ ഞാൻ കുറേ റിവ്യൂസ് വായിക്കുമ്പോഴേ ഞാൻ കാണുന്ന ഈ പോസിറ്റീവ് റിവ്യൂസിൽ കൂടുതൽ കണ്ടത് സിനിമയ്ക്ക് അപ്പുറമുള്ള വായനകൾ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കാം, അങ്ങനെ ആയിരിക്കാം, പല രീതിയിലുള്ള വായനകൾ പറയുന്നതെല്ലാം നമ്മൾ വിഷ്വലി കാണിച്ചതോ അതിനപ്പുറത്തേക്കുള്ള റീഡിങ്സ് ആണ് വരുന്നത്. ഉറപ്പായിട്ട് സിനിമ സംസാരിക്കണം. ഈ സിനിമയുടെ പോസിറ്റീവ് റിവ്യൂകൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ടോ? അതെല്ലാം കൃത്യമായിട്ട് വായിച്ച് അതിൽ പറയുന്നതൊക്കെ സിനിമയുടെ ഭാഗമായിട്ടുള്ളതാണോ? എങ്ങനെ ഇതിന്റെ ഒരു ഡൈനാമിക്സ് എങ്ങനെ നടക്കുന്നത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ? നമ്മളിപ്പോ ഒരു കലാസൃഷ്ടിയിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു നിരൂപണമായാലും അതും ഒരു ആർട്ട് ഫോം ആണല്ലോ. അയാളുടെ ഒരു കാഴ്ചയും അയാളുടെ രസങ്ങളും അതിനകത്തുണ്ടല്ലോ. അപ്പൊ അത് ഒരു വേറൊരു സൃഷ്ടിയാണ്, വേറൊരു ക്രിയേറ്റീവ് ആർട്ടല്ലേ അത്. ആ രീതിയിൽ ഞാനത് വായിക്കാറുണ്ട്. നെഗറ്റീവ് ആയാലും വായിക്കും, പോസിറ്റീവ് ആയാലും വായിക്കും, അങ്ങനെയുണ്ട്. ഈ കഴിഞ്ഞൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ എന്ന ആക്ടർ ഇത്രയും ഫിസിക്കലി വർക്ക് ചെയ്ത, എന്നാൽ ഈ പറഞ്ഞ താളങ്ങളെല്ലാം ചേർന്ന ഒരു യോദ്ധാവായിട്ട് സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഈ ഹൈ ഉണ്ട്. ഇയാളുടെ മൂവ്മെന്റുകൾ, ചലനങ്ങൾ, നോട്ടങ്ങൾ, ആ ഇൻട്രൊഡക്ഷൻ സീൻ മുതൽ ഇങ്ങോട്ട് ക്ലൈമാക്സ് വരെ ഈ മോഹൻലാലിനെ പ്ലേസ് ചെയ്യുന്ന പോയിന്റിൽ നിങ്ങൾക്കുള്ളൊരു കൺവിക്ഷൻ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടിൽ ഇങ്ങനെയായിരിക്കും ഇദ്ദേഹം പെർഫോം ചെയ്യാൻ പോകുന്നത്, വാലിബൻ ഇങ്ങനെ ആടാൻ പോകുന്നത് എന്നുള്ളത്. ഇത് ഈ ടുവേർഡ്സ് ഫൈനൽ ഡേ ഷൂട്ട് കഴിഞ്ഞ് സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കുള്ള മൊമെന്റ് എങ്ങനെയാണ്? നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ലാലേട്ടൻ ഭയങ്കര സട്ടിലായിട്ടാണ് പല ആക്ട് ചെയ്യണ്ടോ ഇല്ലെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും, വെറുതെ നിൽക്കണോ. പക്ഷെ അതല്ല, നമുക്കത് സ്ക്രീനിൽ വരുമ്പോൾ മനസ്സിലാവുമല്ലോ, മൊമെന്റുകൾ തരുന്നുണ്ട്. പിന്നെ ഭയങ്കരമായിട്ട് കണ്ണ്, ചിരി, നോട്ടം, മൂവ്മെന്റ്സ്, ചില മൂവ്മെന്റ്സ് ഒന്ന് ഭയങ്കര സട്ടിലായിട്ടുള്ള ഒരു വിരല് ചലിപ്പിക്കണേ പോലും ഉണ്ട്. അത് അദ്ദേഹത്തിന് ആ ക്യാരക്ടർ കൃത്യമായിട്ട് അത്രയും സ്റ്റൈലൈസ് ചെയ്തിട്ടുള്ള ഒരവസ്ഥയിൽ ലാലേട്ടനെ നമ്മൾ കുറേ കാലമായിട്ട് കണ്ടിട്ടില്ല. സ്റ്റൈലിഷ് ആയിട്ടുള്ള ശരീരവും ആപ്റ്റല്ലേ, കറക്റ്റ്. ഈ ഒരു ഫോക്ലോർ ടച്ചില് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ദയൊക്കെ കഴിഞ്ഞിട്ട് ഈ രീതിയിലുള്ളൊരു സ്കേപ്പിലൊരു സിനിമ നമ്മൾ കാണുന്നത് ഇപ്പോഴാണല്ലോ ഇത്രയും ടോപ്പ് നോച്ചിൽ വരുന്നത്.
അതിന് മോഹൻലാലിനെ പോലെ സ്റ്റാർ വരുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ ഒരു ചന്തം വേറെ ഉണ്ട്. ഭയങ്കര ഒരു ചന്തമല്ലേ. നമ്മളാണെങ്കിൽ പിന്നെ ലാലേട്ടനെ സ്ക്രീനിൽ മാത്രം ജയിച്ചിട്ടുള്ള ഒരാള് അഭിനയിക്കണമൊക്കെ നമ്മൾ നേരിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ്. ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ടൻ്റെ കൂടെ ഒരു പടത്തിൽ വർക്ക് ചെയ്യാണ്. ലിജോയും ഞാനും ഈ മോഹൻലാലിനെ പറ്റി പറഞ്ഞപ്പോഴേ, ഈ മോഹൻലാലിൻ്റെ അടുത്ത് വാലിബനെ പറ്റി ഫീഡ് ചെയ്യുന്നത്, അതിപ്പോൾ ഷോട്ടുകൾക്ക് മുന്നേ ആയിരിക്കാം, തുടക്കത്തിൽ കഥ നരേറ്റ് ചെയ്യാൻ പോയപ്പോഴായിരിക്കാം, അദ്ദേഹത്തിന് ഇത് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന മൊമെന്റുകൾ എങ്ങനെയായിരുന്നു? ഒരു ഡയലോഗ് ഓരോ ഡയലോഗ് വരെ ശ്രദ്ധിക്കും. നമ്മൾ പറയുന്ന സാധനം ഇയാളത് പറയുമോ എന്നൊക്കെ ഒക്കെ വിചാരിക്കൂലേ, ഇങ്ങനെ പറയോ, ഈ സ്റ്റൈൽ പറയോ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ലാംഗ്വേജ് ഒക്കെ വേറൊരു തരത്തിലാണല്ലോ, ഇതിൽ ഡ്രാമാറ്റിക് ആണല്ലോ. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം നമ്മളത്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫീഡ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് അറിയാം പുള്ളിക്ക്. അപ്പൊ പറയണ്ടല്ലോ, എത്രയോ എക്സ്പീരിയൻസ്. ഇതിൽ ഈ ഡയലോഗ് പറഞ്ഞപ്പോഴേ, ഈ ഡ്രാമാറ്റിക് ഡയലോഗ് ഉള്ളതിനൊപ്പം തന്നെ ഇപ്പോൾ പോര് കഴിഞ്ഞ് പോകുമ്പോൾ മകന്റെ നട്ടല്ലൂരി തരാന്ന് പറയുന്നതോ, പറങ്കിയടാ പറങ്കി എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നതോ, അല്ലെങ്കിൽ കൊഞ്ചം അങ്കപ്പാർ എന്ന് പറയും, ഇതിലൊക്കെ ഈ പറഞ്ഞ ഡ്രാമാറ്റിക്കിനപ്പുറം സ്റ്റാറും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അയാളെ എലിവേറ്റ് ചെയ്യുന്നുണ്ട് വാലിബനെ. ഇത് ഈ വാലിബനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ബാലൻസിങ് ബോധപൂർവം ഉണ്ടായിരുന്നു ശരിക്കും. ഐ മീൻ, ഈ പറഞ്ഞ വാലിബനിലെ ഈ ഡ്രാമാറ്റിക് സ്വഭാവം നിലനിൽക്കണം, എന്നാൽ കാണാൻ വരുന്ന പ്രേക്ഷകർക്ക് വേണ്ട വാലിബനെയും കൊടുക്കണം എന്നുള്ളത്, അങ്ങനെ ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഇതില് ചേരുന്ന മാസം അതിനുണ്ട്, ഇതിന് ചേരുന്ന മാസം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വാലിബൻ മാസം തന്നെയാണ്, വേറൊരു തരത്തിലുള്ള മാസം അതിനകത്തുണ്ട്. അപ്പോൾ അവർ എഴുതുമ്പോൾ അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. എനിക്ക് സിനിമ കണ്ടപ്പോഴേ ഡൈജസ്റ്റ് ആവാൻ ചെറിയ ബുദ്ധിമുട്ടുന്നൊരു ഏരിയ എന്ന് പറയുന്നത്, പല ഊരിലൂടെ ഇവർ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, പല ഊരിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാങ്ങുംപൊടിഞ്ഞൂര്, നൂറാനത്തലയൂര്, ഇതിലെല്ലാം പോകുന്നു. പക്ഷെ ഇതിൻ്റെ ടെറൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണല്ലോ. ഇവർ പോകുന്ന കാഴ്ചകളിലെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നമുക്കിതൊരു സിമിലർ ഏരിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് നൈറ്റും ഡേയും ഒക്കെ അതിൽ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടോട്ടൽ ടെറൈനിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ടെറൈൻ ഞാൻ ആഗ്രഹിച്ച കുറച്ച് ടെറൈനിൽ കുറച്ച് വ്യത്യാസം വന്നിരുന്നെങ്കിൽ, ഇതൊരു അമർ ചിത്രകഥ എപ്പിസോഡ് പോലെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡെസേർട്ട് ഏരിയ വരുന്നു, ഇനി ഒരു കാടാണെങ്കിൽ ഒരു കടലിൻ്റെ ഏരിയ ആണ് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നത്. എൻ്റെ ഒരു ഓഡിയൻസ് ഒരു പെർസ്പെക്റ്റീവ് പറയുന്നതാണ്. ഈ ടെറൈൻ ഇതിലൂടെ തന്നെ എല്ലാം ഏതാണ്ട് ഒരുപോലെയൊക്കെ നിൽക്കണം. ക്ലൈമാക്സ് ആക്ട് ഞാൻ പറയുന്നില്ല, അത് മൊത്തത്തിൽ വേറെ ആയിരുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരുപോലെ നിൽക്കണം, അങ്ങനത്തെ ഒരു ചിന്ത തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഡ്രൈലാൻഡ് എന്നുള്ള ചിന്തയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു വരണ്ട ഭൂമികയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി വേണമെങ്കിൽ കാട്ടിലും കടലിലൊക്കെ പോവാം. ഇതിൽ ഈ ഡ്രൈലാൻഡ് ഐഡിയലി വെസ്റ്റേൺ സ്പെഗറ്റി അതിൻ്റെ ഒരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഇൻസ്പിറേഷൻ അങ്ങനെ ഉണ്ടായിരുന്നോ? എല്ലാം നമ്മൾ കണ്ട് പഴയ സിനിമകളുണ്ടല്ലോ, MGR പടങ്ങളായാലും ഈസ്റ്റ്വുഡ് പടങ്ങളാണ്, ക്ലിന്റ് ഈസ്റ്റ്വുഡ് പടങ്ങളായാലും ഒക്കെ, കോബോയ് പടങ്ങളൊക്കെ അതിനൊക്കെ ഒരു ട്രിബ്യൂട്ട് ഉണ്ട് ഇതിനകത്ത്, റെഫറൻസും ഉണ്ട്. അതുകൊണ്ടാണ് കൊഞ്ചങ്കപ്പാറൊക്കെ, 1000-ൽ-1 പറഞ്ഞിട്ടുള്ള, അതൊക്കെ നമ്മളൊരു ട്രിബ്യൂട്ട് കൊടുക്കണം. അല്ലാതെ അതിൽ നിന്ന് മോഷ്ടിച്ചു വെക്കണമല്ല, അത് നമുക്ക് മനസ്സിലാവുമല്ലോ. അതെ അതെ അതെ, നമ്മൾ നേരെ എടുത്ത് മോഷ്ടിക്കുമല്ലോ, സിറ്റുവേഷനോട് ചേർന്നിട്ടാണ് ആ സീക്വൻസ് അവിടെ ബിൽഡ് ആവുന്നത്. അതുപോലെ ഷോലേക്ക് ഒരു ട്രിബ്യൂട്ട് ഉണ്ടല്ലോ, മെഹബൂബ ആ പാട്ട്. അതേപോലെ അത് പിന്നെ പ്രശാന്ത് പറയുകയും ചെയ്തു, പറഞ്ഞു R.D. ബർമനുള്ളൊരു മോർ ദാൻ ഷോലെ R.D. ബർമനുള്ള ഒരു ട്രിബ്യൂട്ട് ആയിരുന്നു. അതെ, ഇതിലിപ്പോ ഈസ്റ്റ്വുഡിന്റെ ഇപ്പൊ ഡോളേഴ്സ് ട്രിലജിയിലെ ക്യാരക്ടർ ആവട്ടെ, ഇപ്പൊ നമ്മള് എനിക്കൊന്ന് പോസ്റ്റർ ചാറ്റോട് ചർച്ച ചെയ്തത് ഇതിനേക്കാളേറെ യോജിംബോ ആയിരുന്നു കുറുസോവയുടെ. ഇപ്പൊ യോജിംബോയുടെ ക്യാരക്ടർ ആവട്ടെ, ഇവരെല്ലാം ഇവർ ഐഡന്റിറ്റി ഇവർക്ക് പലപ്പോഴും ഇല്ലല്ലോ. ഇതിൽ ഈ പറയുന്ന ഇവര് വരുന്നു, പോകുന്നു, ഹെൽപ്പ് ചെയ്യുന്നു, പോകുന്നു. ഈ യോജിംബോ റെഫറൻസ് തുടക്കം മുതൽ ഇദ്ദേഹത്തിന്റെ എറ്റയർ മുതൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരുന്ന അത് ശരിക്കും റെഫറൻസിനായിരുന്നു തുടക്കത്തില് ഉണ്ടായിരുന്നു. മാസ്റ്റേഴ്സിന്റെ എല്ലാ സിനിമകളും റെഫറൻസ് ഉണ്ട്. വലിയ ലിജോയുടെ ഒരുപാട് ഫേവറേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ അവർക്കൊക്കെ ഉള്ള ട്രിബ്യൂട്ടും റെഫറൻസും ഒക്കെ തന്നെയാണ് ഇത് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പേഴ്സണലി സിനിമ കണ്ടപ്പോൾ തോന്നിയത്, വാലിബൻ മലൈക്കോട്ടയിൽ ബന്ധനസ്ഥനാവുന്ന ഒരു പോയിന്റിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു
മേ ബി ഇയാളെ കണ്ണ് കെട്ടി ചെയിൻണ്ടാക്കി വലിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ, ഈ കാളയുടെ തല അറുക്കുന്നത് കാണിച്ചിരുന്നെങ്കിൽ, അവിടെ നമുക്ക് ഈ ഓഡിയൻസിന് വാലിബ അടിക്ക് ഈ ഒരു ഇമോഷൻ, ഒരു ട്രിഗറിങ് ഉണ്ടല്ലോ അവിടെ, അതൊരു യൂഷ്വൽ ഫോർമുലയാണ്. അവിടെ ഈ പറഞ്ഞ ട്രിഗറിങ് കിട്ടുന്നു. അപ്പൊ അത്തരം പോർഷൻസ് മനഃപൂർവ്വം സിനിമയിൽ കണ്ടിട്ടില്ല. വിഷ്വൽ നമ്മൾ അത് മനഃപൂർവ്വം ഒരു ഒഴിവാക്കലായിരുന്നു. അങ്ങനത്തെ ഒരു ടിപ്പിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല, വേണ്ട, അങ്ങനെ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് തന്നെയാണ്. അതിൽ പക്ഷെ നമുക്ക് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമേ അത്തരം ഇതിലാണ് പോയത് തന്നെയാണ്. ഈ ലിജോ പറഞ്ഞിരുന്നല്ലോ, ഈ തലയോട്ടി അടിച്ച് പൊട്ടിക്കുന്ന നായകന്മാരല്ല നമുക്ക് വേണ്ടേന്നുള്ളത്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ സിനിമ സ്ട്രക്ചറിൽ ഈ 100 കോടി 200 കോടി 500 കോടി 1000 കോടി പടങ്ങളിലെല്ലാം നോക്കി കഴിഞ്ഞാൽ വളരെ ക്ലോസപ്പ് ഷോട്ടിൽ തലയടിച്ച് പൊട്ടിക്കുന്ന, കൈയടിച്ച് പൊട്ടിക്കുന്ന, ചോര തെറിക്കുന്ന ഇത്തരം നായകന്മാർ, അല്ലെങ്കിൽ പക്ഷെ രാജാക്കന്മാർ എന്ന രീതിയിൽ ഇവരെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇത്തരം ആക്ടുകൾക്ക് ഇവിടെ കൈയടിക്കാനും സ്വീകരിക്കാനും ഓഡിയൻസ് ഉണ്ട്. അത് ശരിക്കും ഒരു കച്ചവട സിനിമയ്ക്ക് ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ ശരിക്കും? പൊതുവെ സൊസൈറ്റി ഒരു വയലൻസിലോട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാലമായിട്ട്. ആ വയലൻസ് എല്ലാ അർത്ഥത്തിലും നമുക്ക് കാണാൻ പറ്റും. റോഡിൽ കാണാൻ പറ്റും. ആരും നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല. പെട്ടെന്ന് അടി പൊട്ടുന്നു. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കൊടുക്കുന്നില്ല മറ്റൊരാൾക്ക്. അറ്റാക്ക് വരികയാണ് പെട്ടെന്ന്. വയലൻ്റാണ് സമൂഹം. ഇത് ഒരു പ്രത്യേക പ്രായത്തിലുള്ള കുട്ടികൾ മൊത്തം എടുത്തോ, അവരെ കുറ്റം പറയണല്ല, വയലൻസ് ഫീൽ ചെയ്യണം ഭയങ്കരമായിട്ട്. അത് നമ്മുടെ ഒരു പൊതു സംവിധാനത്തിൻ്റെയും നമ്മുടെ കുടുംബ വ്യവസ്ഥയുടെയും ഉള്ളിലുള്ള സംഘർഷങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റാണ്. സമൂഹത്തിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ്. അപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള ഓഡിയൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, തിയേറ്ററിൽ പ്രതീക്ഷിക്കേണ്ടത്. അവരൊരു നീഡായി മാറുന്നു അല്ലേ സിനിമയിൽ കാണുമ്പോൾ? അത് കത്തി കാണിച്ചാൽ പോരാ, കുത്തണം. കുത്തിയാലും പോരാ, ചോര വരുന്നതിനുപരി അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങോട്ട് വലിച്ചു പുറത്തിടണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് വന്നിട്ടുണ്ട്. അത് നല്ല പ്രവണതയല്ല. പിന്നെ ഇപ്പം എല്ലാവരും പറയുന്നൊരു സാധനം, കോവിഡിന് ശേഷം മനുഷ്യന്മാരൊക്കെ വേറൊരു തരത്തിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി, വയലൻ്റ് ആവാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മതപരമിഴിയോരം എടുത്താലേ ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷനിൽ നമുക്ക് സോളമനെയും ശോസനയും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഒരു സീൻ കോറിയോഗ്രഫിയിലും മൂവ്മെൻറ്റ്സിലൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള പാട്ടാണ്. പാട്ട് നേരത്തെ ഒരു ചന്തമുണ്ട്. ഈ മതപരമിഴിയോരത്തിൻ്റെ ഒരു ക്രിയേഷനും ലിറിക്കൽ വൈസിലെ ക്രിയേഷനും അതിൽ ഈ പറഞ്ഞൊരു സോളമൻ ശോസന കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്സ്, കോറിയോഗ്രഫി, അങ്ങനത്തെ പ്ലാനും ആദ്യമേ ഉണ്ടായിരുന്നു. ഉണ്ട്. മാതങ്കിയുമായിട്ടുള്ള ഇയാളുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ആ പ്രണയം വിട്ടുപോയേ തീരൂ. ഇയാളെ ഒരിക്കലും ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കില്ല, മനസ്സില്ല. എപ്പോഴോ വന്നു പോകുന്ന ഒരു അതിഥി മാത്രമാണ് ഇയാൾ അവിടെ. ഏതോ കാലത്ത് വന്നതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഇയാൾക്ക് പോയേ തീരൂ. മാതങ്കിയുടെ പ്രണയമൊക്കെ ഇയാൾക്കുണ്ടെങ്കിലും അവരോട് പക്ഷെ പോയേ തീരൂ. അപ്പോൾ ആ സാധനം അതിനകത്തുണ്ട്. അതിൻ്റെ ഈ വിഷ്വൽ കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സോളമൻ ശോസനയിലെ ഫഹദ് ഈ ക്ലാരൻ്റ് വെച്ച് തിരിച്ച് നടന്നു വരുമല്ലോ, ശോസന അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ വിഷ്വലിലൂടെ ഫസ്റ്റ് കണക്ട് ആവുന്നത് അങ്ങോട്ടേക്കായിരുന്നു. കുതിരയെ നഷ്ടപ്പെട്ട യോദ്ധാവിൻ്റെ കഥ പറയണത് ഇവരുടെ പ്രണയമായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ഥലത്തും വേറെ വേറെ കഥകൾ പല കഥാപാത്രങ്ങളും പറയുന്നുണ്ട്. ഇതിൽ അയ്യനാരൊരു കഥ പറയുന്നുണ്ട് ജനനത്തിനെ കുറിച്ച്, എങ്ങനെ കിട്ടി. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് വേറൊരു കഥയായിട്ട് പറയുന്നുണ്ട്. അങ്ങനത്തെ കഥകൾ കുറെ ഉണ്ട്. അങ്ങനത്തെ എലമെന്റ്സ്, വേറെ തരത്തിലുള്ള എലമെന്റ്സ് കുറെ സിനിമയിൽ. ഇതെപ്പോഴും ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും തോന്നിയിട്ടുണ്ടോ? ഏതാ? വളരെ സാധാരണക്കാര് അധികം ഈ ഭയങ്കരമായി ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത, സിനിമ കൊടുക്കുന്നത് എന്താണോ അതെടുക്കുന്ന, പോസ്റ്റ് റീഡിങ്ങിന് സമയമില്ലാത്ത, അതിന് മുതിരാത്ത ഓഡിയൻസ് വരുമ്പോൾ ഇങ്ങനെ പല പല കഥകള് ഈ ലീഡ് ക്യാരക്ടറിനായിട്ട് വരുമ്പോൾ ഇവരിതിൽ ഏതെടുക്കും, ഇവരിത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കും, അങ്ങനെ തോന്നിയിരുന്നു? നമുക്ക് അങ്ങനെ തോന്നിക്കൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പറ്റത്തില്ല ഉറപ്പായിട്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ കാഴ്ചശീലം മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ കണ്ടേ തീരും. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാഴ്ചശീലം ആയിരിക്കില്ല. ഇപ്പോൾ നമുക്ക് ചില സിനിമകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില സാധനങ്ങൾ ഇപ്പൊ മലയാളത്തിൽ ഏൽക്കുന്നില്ലല്ലോ. ഇല്ല. എന്നാൽ ഒരു കാലത്ത് ഇതൊക്കെ ഭയങ്കരമായിട്ട് വർക്കായിരുന്ന സിനിമകളല്ലേ, ഇപ്പൊ ഏൽക്കുന്നില്ലല്ലോ. ഒട്ടും ധൈര്യം വരില്ല നമുക്ക്. ഇപ്പൊ നമുക്ക് ആകാശദൂത് എടുക്കാൻ ധൈര്യം വരുമോ? ആരും ആ വഴിക്ക് പോലും പോവില്ല.
പക്ഷെ ആകാശദൂത് അന്ന് വൻ ഹിറ്റായിരുന്നു. നമ്മളൊക്കെ കുട്ടികളാണ് ആ സമയത്ത്. ഞാനൊക്കെ തിയേറ്ററിൽ ഇരുന്ന് പിന്നെ ഭയങ്കരമായിട്ട് നിലവിളിച്ചിട്ടുണ്ട് പടം കണ്ടിട്ട്. ഇപ്പം നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ കാണാനേ പറ്റില്ല. അപ്പം പാറ്റേൺ മാറുകയാണല്ലോ, പല പാറ്റേണിലൊക്കെ വരികയാണ് സിനിമ. ഈ ആമയിലൊരു സീക്വൻസിനായിട്ട് ചോദിക്കാം. സിനിമ ബിൽഡ് ചെയ്യുന്നുണ്ട്, സോളമൻ വളരെ വീക്കാണ്, പാവമാണ്, ഇതെല്ലാം നമുക്ക് വന്നിട്ട് അവസാനത്തെ ഈ കോമ്പറ്റീഷൻ വരുന്നുണ്ടല്ലോ, ഈ ബാൻഡ് മേളം കോമ്പറ്റീഷൻ വരുന്നു. ഇതിൽ കാണുന്നവർക്ക് ഈ ഹൈ കിട്ടണം, അതിൽ പാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും. പക്ഷെ അതിൻ്റെ ഈ എഴുത്തിൽ ഈ ഒരു സീക്വൻസിനെ ബിൽഡ് ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു? മത്സരം, ആ മത്സരം ഇവർ തോറ്റാൽ ഇവന് നഷ്ടപ്പെടുന്ന ആരാണ്? ശോശനെ ആയിരിക്കും നഷ്ടപ്പെടുക. അത് നമ്മൾ കാഴ്ചക്കാർ ഒരിക്കലും സഹിക്കില്ല. ഇല്ല, അവരുടെ പ്രേമം അങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു സോക്കോൾഡ് പരിശുദ്ധമായ പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു സോക്കോൾഡ് പ്രേമം തന്നെയാണ് ആമയിലുള്ളത്. അത് പക്ഷെ അങ്ങനെ ബിൽഡ് ചെയ്തതുകൊണ്ടാണ് ഇവൻ ജയിക്കണം, ഇവന്റെ പക്ഷം ആൾക്കാർ ചേരുന്നതും ഫൈനലി ഇവൻ ജയിക്കുന്നതും. ഞാനും അവന്റെ പക്ഷത്താണ്, സോളമന്റെ പക്ഷത്താണ്. അയാൾ ജയിക്കുന്നുള്ളതാണ് പ്രയാസപ്പെട്ട്. ഫോർത്തസിനും വളരെ ഐ മീൻ തുടക്കത്തിൽ ആളുകൾ ഇയാളാണോ ഇതാണോ അത്, പക്ഷെ ലാസ്റ്റ് ഇയാൾ ഇവന്റെ കൂടെ നിൽക്കുന്നതൊക്കെ ഇതൊക്കെ ഒരു ടൂള് തന്നെയായിരുന്നു എഴുത്തില്. അയാൾ യഥാർത്ഥ ആർട്ടിസ്റ്റ് ആണെന്നാണ് നമ്മൾ പറയുന്നത്. മത്സരങ്ങൾക്കപ്പുറം, ജയപരാജയങ്ങൾക്കപ്പുറം അല്ല, അയാൾ പറയുന്നൊരു ഡയലോഗാണ് അത്. മറ്റേ വിധി നിർണ്ണയിക്കുന്നവരെന്ത് തീരുമാനിക്കുന്നു എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ മുകളിൽ ഫോർത്തസിന് വായിക്കാവുന്ന ഒന്നുമില്ല എന്ന് അയാൾ പറഞ്ഞു. അയാൾ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കലാകാരനായതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ഈ ആദ്യ സിനിമ നായകൻ നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞ ആർട്ടും വയലൻസും തമ്മിലുള്ള അതിൻ്റെ ഒരു കൊളാബറേഷനും ഉണ്ട്, കോൺഫ്ലിക്റ്റും ഉണ്ട്. നായകൻ്റെ ഉള്ളിൽ ഈ കോൺഫ്ലിക്റ്റ് കൃത്യമായിട്ട് സിനിമയിൽ വരുന്നുണ്ട്. അതിലേക്ക് അതിൻ്റെ ഈ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തതിൽ എവിടെ ഒരു ഫാൻറ്റസി എലമെന്റ് ഉണ്ടല്ലോ, ഇയാളുടെ ഡെവിലിഷ്നസ്, മജീഷ്യൻ കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഈ നായകൻ്റെ ഇനീഷ്യൽ തോട്ട് എങ്ങനെയായിരുന്നു? എൻ്റെയാണ് ആ തോട്ട്. ഞാൻ ആ തോട്ടാണ് ലിജോ പിടിച്ചത്. കഥകളി നടൻ്റെ റിവെഞ്ച് എന്ന് പറയുന്നത് അത് എൻ്റെ തന്നെയാണ് ആ തോട്ട്. അപ്പം അത് പിന്നെ നമ്മൾ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഈ സിനിമയ്ക്ക് ഇറങ്ങി കുറേ കാലം കഴിഞ്ഞ് ഈ അടുത്ത് ഈ സ്റ്റേറ്റസുകളിൽ ട്രെൻഡിങ് ആയത് ഈ സിദ്ദിഖിൻ്റെ സീക്വൻസ് ആയിരുന്നു. ചെകുത്താൻ്റെ ഫോട്ടോ എടുത്ത പതിയില്ല എന്ന് പറഞ്ഞ് ഇത്തരം മൊമെന്റ്സ് ബിൽഡ് ചെയ്യുമ്പോഴേ ഇതിൽ നമുക്ക് ഈ റീഡിങ്സ് കൂടുവാണല്ലോ. ഇയാൾ പ്രേതമാണോ, ഐ മീൻ ചെകുത്താനാണോ, മനുഷ്യനാണോ? അയാളുടെ വില്ലനിസത്തിന് അയാളുടെ വില്ലന് അത്രയും ഒരു മാനുഷികത കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ അത്തരം ഡയലോഗ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നത്. ഈ ലിജോന്റെ കൂടെ ഇപ്പോൾ 3 സിനിമകൾ ചെയ്യുന്നു. ലിജോനെ കൂടുതൽ അറിയാം. ഇപ്പോൾ ലിജോന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ മികച്ച ക്രാഫ്റ്റ്മാൻമാരിൽ ഒരാളായിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഡിസ്കസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. ഈ ലിജോയുടെ ക്രാഫ്റ്റ്മാൻഷിപ്പിനെ ആസ് എ ഫ്രണ്ട്, ആസ് എ റൈറ്റർ എങ്ങനെയാണ് കാണുന്നത്? പല്ലിശ്ശേരി അല്ല, വെല്ലിയാശ്ശേരിയാണ്. ഭീകരമായ ക്രാഫ്റ്റ് ഉള്ള ആളാണ്. ഒരു സിനിമയെ സമീപിക്കുന്ന രീതിയൊക്കെ നമുക്ക് ഭയങ്കര ത്രില്ലുണ്ടാക്കും. എനിക്കിഷ്ടമാണ്. ഞങ്ങൾക്ക് കൊടിയ വഴക്കൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും പിന്നെ ഇതിനിടയ്ക്ക് പ്രശാന്ത് പറഞ്ഞിരുന്നു ഈ ജല്ലിക്കെട്ടിന്റെ സമയത്ത് ലേറ്റായി വരാനായിട്ട് സ്കോർ ചെയ്യാനായിട്ട് ലിജോ പിണങ്ങിപ്പോയി. പിന്നെയാണ് പിണക്കം മാറ്റിയെന്നുള്ളത്. വഴക്കിടും, ഭയങ്കരമായിട്ട് വഴക്കിടും. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പിണങ്ങുന്ന ആൾക്കാരാണ്, പക്ഷെ റിട്ടേൺ വരും. ഈ എഴുത്തുകാരന് ശരിക്കും എഴുത്തിലൊരു സ്ട്രെസ് ഭയങ്കരമായിട്ടുണ്ടോ? ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹത്തിനെ പോലുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ പ്രഷറും കൂടി നമുക്ക് ഉണ്ടാവും. അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് ഇല്ലാതെ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പെർഫെക്ഷൻ്റെ ആശാനാണല്ലോ. പെർഫെക്ഷൻ വരാതെ നമ്മൾ അതിൽ നിന്ന് വിടാന്ന് വിചാരിച്ചാൽ നടക്കില്ല, ലോക്ക് ചെയ്യും. എനിക്ക് തോന്നുന്നു വാലിബന്റെ റിലീസിന് ശേഷം ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ വന്നതിലൊന്നാണ് ഈ 2ാം ഭാഗത്ത് പറ്റിയുള്ള ചർച്ചകൾ. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് പോർഷൻ ഏറെക്കുറെ ഷൂട്ട് ചെയ്തിരുന്നു, നമ്മൾ കേട്ടിരുന്നു. ഇനി 2ാം ഭാഗത്തിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? അതിൽ ഈ പറഞ്ഞ ഇപ്പൊ വരുന്ന റിവ്യൂസ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇതിലെ പുതിയത് അല്ലെങ്കിൽ ഇവരെയും കൂടെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് പ്ലാനുകൾ? എനിക്ക് തോന്നുന്നത് സംഭവിക്കുന്നതാണ്. കാരണം വാലിബന്റെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ സംസാരിച്ചല്ലോ. അത് തുടരും, അതിന്റെ തുടർച്ചകൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് ഏറെക്കുറെ ഷൂട്ട് ചെയ്തിരുന്നു കേട്ടിരുന്നു
ഈ ക്ലൈമാക്സ് പോർഷൻസ് വേറെ തരത്തില് അത് നമ്മൾ പക്ഷെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയിട്ടൊന്നും ഷൂട്ട് ചെയ്തല്ല. ഇതിനൊരു രണ്ടാം ഭാഗം അല്ലെങ്കിൽ മൂന്നാം ഭാഗം ഒക്കെ ഉണ്ടാവേണ്ട ഒരു സാധനം കൂടിയാണത്. അത് ഏതൊക്കെ തരത്തിൽ വരും എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. അതെ, സമയം പോലെ വരട്ടെ. ഈ ചെറുകഥകൾ എഴുതാറുണ്ട്, ഇപ്പോൾ ലിറിസിസ്റ്റ് ആണ്, ഒപ്പം തിരക്കഥകൾ എഴുതുന്നു. ആദ്യമായിട്ട് എഴുതുന്നത് എന്തായിരിക്കും? ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും ഫസ്റ്റ് എഴുതുന്നത് എന്താ? കഥയാണോ പാട്ടാണോ? പ്രേമലേഖനം. സ്കൂളിലാ? 4ാം ക്ലാസ്സിൽ പഠിക്കും. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു. പിന്നീട് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വരുന്ന, നമ്മളൊക്കെ പാവപ്പെട്ട കുട്ടികളാണ്. സെൻ്റൊക്കെ പൂശിയൊക്കെ ചിലപ്പോൾ സാരിയൊക്കെ കൊടുത്തു വരും, കൈൻഡ് ഓഫ് എലൈറ്റ്. അപ്പോൾ അവരോട് മിക്ക ആമ്പിള്ളേർക്കും പ്രേമമാണ്. പക്ഷെ ഞാൻ അവർക്ക് ലവ് ലെറ്റർ എഴുതി. +1 പോയിന്റ് കാണിച്ചു കൊടുക്കുകയൊന്നും ചെയ്തില്ല, പക്ഷെ അത് എഴുതി എന്നുള്ളതാണ്. പിന്നീട് പല ആളുകൾക്കും വേണ്ടി പ്രേമലേഖനങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വൻ ഹിറ്റുകളാണ്. കാരണം ഇവരൊക്കെ പിന്നീട് കല്യാണം കഴിച്ചിട്ട് ഞാനാണ് ഇത് എഴുതി തന്നതെന്ന് ഈ സ്ത്രീകൾ അറിയുമ്പോൾ ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് പെട്ടേ. പിന്നെ നോട്ടീസുകൾ, അങ്ങനെയൊക്കെ പലതും ഇങ്ങനെ എഴുതി നമ്മൾ എഴുതുന്ന സാധനം വായിക്കുന്നവർക്കുണ്ടാവുന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ് എഴുത്തിലോട്ട് അതൊക്കെ വരുന്നത്. ഞാൻ മാഗസിൻ നടത്തിയിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന്. അതിലുള്ള മിക്കവാറും സാധനങ്ങൾ ഞാൻ തന്നെ എഴുതേണ്ടി വരും, എവിടെ നിന്ന് കിട്ടാനില്ല. പിന്നെ ഞാൻ തന്നെ നടന്ന് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട്. പല MT സാറിൻ്റെ അടക്കം ഇന്റർവ്യൂ വന്നിട്ടുണ്ട് പല സാഹിത്യകാരന്മാർ ഈ മാഗസിന് വേണ്ടിയിട്ട്. അതെ. പിന്നെ കഥ ഒരിക്കൽ ഞാൻ കഥ എഴുതിയിട്ടുണ്ട് അതിനകത്ത്, കള്ളപ്പേരിൽ. ആ കഥ ഒരുപാട് വായിക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ ഞാൻ കഥ എഴുതാൻ പറ്റുന്നു മനസ്സിലായി. നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ചെറുപ്പത്തിലെ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ തലത്തിലൊക്കെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അമേച്ചർ നാടകങ്ങൾ നാട്ടിൽ എഴുതിയിട്ട് കളിച്ചിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. കലയല്ലാത്തൊന്നും ഉണ്ടായിട്ടില്ല, കലയെക്കുറിച്ചുള്ള ചിന്ത അല്ലാത്തൊന്നും ഉണ്ടായിട്ടില്ല. ആർട്ട് എന്ന് പറയുന്ന സാധനം. ഈ ആർട്ടിൽ ജീവിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ആയിരിക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തം കൂടിയല്ലേ? അത് പൊളിറ്റിക്കലാവാം. പൊളിറ്റിക്സ് നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടാവാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ആർട്ട് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. അവിടെ ആർട്ട് മരിക്കുകയാണല്ലോ. അതെ. എൻ്റെ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈക്ക് കെട്ടിന്ന് പ്രസംഗിക്കലായിരിക്കും നല്ലത്. ഈ പല സംവിധായകരും, പേര് പറയുന്നില്ല, പലപ്പോഴും ഈ സിനിമകൾ പൊളിറ്റിക്കലാക്കാൻ നോക്കുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ സിനിമ മരിക്കുകയാണല്ലോ. അതെ, ഉറപ്പായിട്ടും. അങ്ങനെ ആക്കണ്ടെന്ന് വലിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. രാഷ്ട്രീയ സിനിമകൾ എടുക്കേണ്ടത്, സിനിമയിൽ രാഷ്ട്രീയം ഉണ്ടാവട്ടെ എന്നാണ്. അതെ, ഓർഗാനിക്കായിട്ട് വരട്ടെ, അങ്ങനെ ചെയ്യുന്നാലും നല്ലത്. സിനിമയിലും ഏത് കലയിലായാലും അതിന് നമ്മൾ മുദ്രാവാക്യം എന്നൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ് പണ്ട്. അതെ, പണ്ടേ ചർച്ച ചെയ്ത് പോയിട്ടുള്ളത്. ഈ സിനിമ എപ്പോഴാണ് ചൂസ് ചെയ്യുന്നത്? സിനിമ എഴുതാം എന്നൊരു തീരുമാനത്തിൽ വരുന്നത് യാദൃശ്യമായിട്ട് എത്തിപ്പെട്ടാണ്. ഞാൻ സിനിമാക്കാരനാവാൻ വേണ്ടിയിട്ട് ഒരു കഥ പറയാൻ പോലും പോയിട്ടില്ല ആരുടെ അടുത്തും. നമ്മളെ തേടിയൊരു വിളി വന്നു, ഇങ്ങനെ ചാലക്കുടിയിലൊരു ടീം സിനിമ എടുക്കുന്നു, നിങ്ങൾക്ക് ഒരു കഥ വന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പോയി നമ്മളൊരു കഥ പറയുന്നു. അപ്പോൾ ഇതൊന്ന് സ്ക്രീൻ പ്ലേ മോഡലൊന്ന് എഴുതിക്കൊണ്ടുവരാമെന്ന് ചോദിച്ചു. ആദ്യം പറയുന്നത് നായകൻ തന്നെയാണ്. നായകനല്ല, വേറൊരു കഥയാണ് പറഞ്ഞു. ഇതും പറഞ്ഞു. അങ്ങനെ 2 കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ അവർക്ക് ഇതിലാണ് അവർ പിടിച്ചത്. അതൊന്ന് എഴുതിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചു. പിറ്റത്തെ ആഴ്ച ഞാനത് സ്ക്രീൻ പ്ലേ മോഡിൽ ഒരു മൊത്തം എഴുതിയോ? ഇല്ല, കുറച്ച് സീൻസ് എഴുതി. വായിക്കുമ്പോൾ അവർ ഉറപ്പിക്കണം, എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറിയ കുഞ്ഞ് അഡ്വാൻസ് തന്നു. അവിടെയാണ് ഞാൻ ലിജോനെ കാണുന്നത്. ഫസ്റ്റ് മീറ്റിംഗിൽ ലിജോ ഉണ്ടായിരുന്നു. രണ്ടാമത് ചെന്നപ്പോൾ ഓൾറെഡി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലിജോ ഒരു സിനിമ ചെയ്യാം, ലിജോനെ വെച്ചൊരു സിനിമ ചെയ്യാന്നുള്ള രീതിയിൽ. ലിജോ അതിനു മുമ്പ് 1-2 ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പരസ്യരംഗത്ത് വർക്ക് ചെയ്തിരുന്നു, പ്രകാശ് വർമ്മയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സിനിമ എഴുത്ത് തുടങ്ങുന്നത്. ഈ സിനിമ വാലിബന്റെ റിലീസിന് ശേഷം ഒരു പ്രസ് മീറ്റ് വിളിക്കുന്നു, ലിജോ വന്നിന് സംസാരിക്കുന്നു. അവിടെ ഈ ലിജോ പറയുന്ന ഒരു തരത്തിൽ ഇത്രയും ഒരു പറ്റ നെഗറ്റീവ് റിവ്യൂകൾ നേരെ വരുമ്പോൾ
പുള്ളി അവിടെ പറയുന്നത് ഞങ്ങളുടെ സിനിമ ഇതാണ്, വാലിബന്റെ എഞ്ചിൻ ഫെറാറിയുടെ എഞ്ചിൻ അല്ല, ഇതിന്റെ വേഗത ഇതാണ്, ഇതൊക്കെയാണ് നമുക്കുള്ളത്, നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കൊരു നിവൃത്തികേടാണ് ഒരു സംവിധായകന്റെ. നമ്മുടെ ഇൻഡസ്ട്രിയിൽ അദ്ദേഹത്തെ പോലെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ തൊഴുതു പിടിച്ച് പറയേണ്ടി വരുന്നൊരു അവസ്ഥ വളരെ ശോചനീയമാണ്. നമുക്കൊക്കെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു മാസ്റ്ററാണ് അയാൾ. വരുംകാലം അയാളെ അറിയാൻ പോണത് അങ്ങനെ ആയിരിക്കും. നമ്മുടെ മലയാളത്തിലുണ്ടായിട്ടുള്ളൊരു മാസ്റ്റേഴ്സിൽ ഒരാളാണ് പുള്ളി. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ട്രാവൽ കിടക്കുന്നു. ഇതല്ലാത്ത വേറൊരു തരത്തിലുള്ള സിനിമ ഒക്കെ പുറത്ത് വരുക അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അയാളെപ്പോലുള്ള ഒരാൾ വന്ന് നമ്മുടെ മുമ്പിൽ കൈകൂപ്പി നമസ്കാരം പറഞ്ഞ് ഈ കരച്ചിൽ പോലത്തെ ഒരു ഭാഷയിൽ ഇത് പറയേണ്ട ആവശ്യം വന്നല്ലോ. പക്ഷെ അത് അതിപ്പോഴും ഇവിടെ ഡൈജസ്റ്റ് ആയിട്ടില്ലല്ലോ. അത് മനസ്സിലാവാനുള്ള തരത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു റെസ്പോൺസിനെയും നായകൻ മുതൽ ഇങ്ങോട്ടുള്ള കരിയറിൽ ഈ സോഷ്യൽ മീഡിയയുടെ പല ഗ്രോത്ത് സ്റ്റേജും കാണുന്നുണ്ടല്ലോ. ഇപ്പം നായകൻ സമയത്ത് അത്രയും റെസ്പോൺസിന് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മൗത്ത് പബ്ലിസിറ്റി കുറച്ചുകൂടെ സമയമുണ്ട്. ഈ തിയേറ്റർ റൗണ്ടിൻ്റെ സമയങ്ങളാണ്. അപ്പോൾ അവിടെ നിന്നെല്ലാം മാറി ട്രാൻസ്ഫോം ചെയ്ത് വാലിബലിലെത്തി നിൽക്കുന്നു. സോഷ്യൽ മീഡിയയുടെ റെസ്പോൺസ് അത് ശരിക്കും ഒരു സിനിമയുടെ വിധി ക്വിക്കായിട്ട് മാറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ പെട്ടെന്ന് തീരുമാനിക്കും. കാരണം സിനിമ ഇപ്പോൾ ഒരു ഫാമിലി കാണണമെന്നുണ്ടെങ്കിൽ മിനിമം 2000 രൂപ ചിലവ് വരും. നമ്മുടെ നാട് ഓൾറെഡി ഭയങ്കരമായ സാമ്പത്തിക പ്രശ്നത്തിലിരുന്നിരുന്ന ഒരു സമയത്താണ് കോവിഡ് വന്നത്. ഈ കോവിഡ് ഉണ്ടാക്കിയ ഒരു തൊഴിൽ നഷ്ടമുണ്ട് ആളുകൾക്കിടയിൽ. റീപ്ലേസ് ചെയ്യപ്പെടലുണ്ട്. സഡനായിട്ട് നന്നായി ജീവിച്ചിരുന്ന ആൾക്കാർ അടിയിലേക്ക് പോകുന്നൊരു പ്രശ്നമുണ്ട്. സാമ്പത്തികം ഒരു വലിയ ഘടകമായിട്ട് മാറിയൊരു വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ഈ വരുന്ന 2000, ഈ അധിക ചെലവ് വരുന്ന 2000 ഇതിനെക്കുറിച്ച് ഇവർ ആലോചിക്കും. ഇറക്കണോ പോകണോ? അതെ. ഏറെക്കുറെ ഒരു മധ്യവർഗമുള്ള സിനിമ കാഴ്ചക്കാർ. അങ്ങനെ ഭയങ്കര അപ്പർ ക്ലാസ് അല്ല. തീരെ താഴെയുള്ളവരും മിഡിൽ ക്ലാസ് വേണമല്ലോ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുന്നവർ. അല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ അഭിപ്രായം എന്നാൽ പിന്നെ നമുക്ക് OTT കാണാമെന്ന് വിചാരിക്കും. അങ്ങനെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ആ ചെലവൊരു പ്രശ്നമാണ്. അതെ, ഉറപ്പായിട്ടുണ്ടോ. ഈ സിനിമയുടെ ഒരു സീക്വൻസ് ചോദിക്കാം. സിനിമയുടെ ഒരു പ്രധാന മുഹൂർത്തത്തിൽ ഈ അയ്യനാരുടെ ഒരു സിംഗിൾ ഷോട്ട് ഉണ്ടല്ലോ. അയ്യനാർ സംസാരിക്കുന്ന ഒരു പോർഷൻ, അതിൽ അതിൻ്റേതായ ഈ ഇമോഷണൽ വേരിയേഷനുകളെല്ലാം ഉള്ളൊരു സീക്വൻസാണ്. ഇത് വേണമെങ്കിൽ സിനിമയുടെ സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ ഭയങ്കര സിനിമാറ്റിക് ആക്കാനോ കട്ടുകൾ വയ്ക്കാം. ഇതൊക്കെ സാധ്യതകളുണ്ട്. എന്നാൽ അത് ആവശ്യപ്പെടുന്ന തരത്തിൽ വളരെ ഒത്തൻറ്റിക് ആയിട്ട് ഇതിനൊറ്റ സ്റ്റാറ്റിക് ഫ്രെയിമിലാണ് ഇത്രയും ഡ്യൂറേഷനിൽ ഈ ഒരു സീക്വൻസ് വയ്ക്കുന്നത്. ഈ ഒരു പ്ലാൻ ആ സീൻ എഴുതുമ്പോഴേ അങ്ങനെ തന്നെയായിരുന്നു. അയാള് നമ്മൾ സിനിമയിൽ പല കഥകളാണല്ലോ പറയുന്നത്. അതെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആദ്യം തൊട്ട് പല പല കഥകളിലൂടെയാണ്. ഇനി ഇതുപോലും വിശ്വസനീയമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതാണ്. അത് കഴിഞ്ഞ് വിഷത്തെ പറ്റിയൊരു റെഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് വിശ്വസനീയമാകാം, അല്ലായിരിക്കാം. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ള ഒരു സീക്വൻസ്, ഈ ആമേനില് ഈ കപ്പ്യാരുടെ സുനിലേട്ടൻ ചെയ്ത ക്യാരക്ടറിന്റെ ഈ ഹാപ്പി വിളി ഉണ്ടല്ലോ, ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ ഈ ഒറ്റ വിളി. ഇതിന്റെ ഒരു ഫസ്റ്റ് തോട്ട് എങ്ങനെയായിരുന്നു? അത് പിന്നെ ഇവരുടെ ലിജോയുടെ നാട്ടില് സ്ഥിരം ഒരു ഹിറ്റ് ആയിട്ടാണത് ഹാപ്പി എന്ന് പറയണ. ചാലക്കുടി, അങ്കമാലി ചാലക്കുടിയിലുള്ളൊരു സാധനമാണ്. അവരതിനെ വരവേൽക്കണം. അങ്ങനെയാണ് ക്രിസ്മസിനെ വരവേൽക്കണം, ഹാപ്പിയായി. അത് അവരുടെ സ്വന്തം സാധനമാണ്. അങ്ങനെ ഇനിയുള്ള ഒരു സിനിമ പരിപാടികൾ, കാഴ്ചകൾ, വിഷൻ ഒക്കെ എന്താണ്? മുന്നോട്ടുള്ള കരിയർ അങ്ങനെ ചിന്തിക്കുന്ന ആളാണോ? ഉണ്ട്. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പല ഡിസ്കഷനുകളും നടക്കുന്നുണ്ട്. ലിജോ ആയിട്ട് തന്നെ പലതും സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും വാലിബനും ഇനി വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. താങ്ക് യു.